അമ്പലപ്പുഴയിലൻ മനസ്സോടിക്കളിക്കുന്നു അമ്പാടി ചെന്നാലെന്ന പോലെ സുമചേച്ചി, എന്താ മായുടെ മുഖത്തൊരു ക്ഷീണം? ഒന്നുമില്ല. അന്നാമ്മച്ചടുത്തുള്ളതുകൊണ്ട് ഇപ്പൊ നേരെ പോകുന്ന അറിയുന്നില്ല. ഇന്നലെ ഓരോരോ കഥകൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. കിടന്നപ്പോ രാത്രി 2 മണിയായി. അതിന്റെ അല്ല, ചാക്കോച്ചായൻ ഇന്ന് വരും. 2 ദിവസം കഴിഞ്ഞേ വരൂ. അന്നാമ്മച്ചടുത്തിന് ഇത്ര ദിവസം വീട്ടിൽ നിർത്തി പരിചരിച്ചേന് ഒരു സ്വർണ്ണ വളയെങ്കിലും വാങ്ങണോന്ന് അച്ചായന് ഒരേ നിർബന്ധമായിരുന്നു. പക്ഷേ ഞങ്ങളത് സ്നേഹപൂർവ്വം നിരസിച്ചു. നമ്മുടെ അമ്മയോ അമ്മായിമ്മയോ ആണെങ്കിൽ നമ്മൾ നോക്കിയല്ലേ പറ്റൂ. പിന്നെ മായേ, അന്നമ്മ ചേർത്തിയെ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? സുമചേച്ചി എന്താ പറഞ്ഞത്? അന്നമ്മ ചേർത്തിയെ? അല്ല, ഒരു ദിവസം മാത്രം അവിടെ ഒന്ന് നിക്കട്ടെ. അത് പറ്റില്ല. അന്നമ്മ ചേർത്തിക്ക് ചിലപ്പോ അത് ഇഷ്ടപ്പെടില്ല എന്ന് മായ തീരുമാനിച്ച പോരല്ലോ. എന്താണെങ്കിലും ശരി, അന്നമ്മ ചേർത്ത് ഞാൻ വിട്ടു തരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് പറയരുത്. അങ്ങനെ അവകാശത്തോടെ സംസാരിക്കാൻ അന്നമ്മ ചേർത്തി മായയുടെ അമ്മയൊന്നും അല്ലല്ലോ. ആ, എന്റെ അമ്മയാണെങ്കിലും ഞാൻ ചിലപ്പോ സുമചേച്ചി ചോദിച്ചു വിട്ടു തന്നേനെ. പക്ഷെ അന്നമ്മ ചേർത്തിയെ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചു. പക്ഷെ ഇത് മാത്രം ചോദിക്കരുത്, ഞാൻ വിട്ടു തരൂല. ഇക്കാര്യത്തിൽ എനിക്ക് മായയുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഞാൻ വിളിച്ച് എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എങ്കിലൊന്ന് കാണാലോ. കാണാനൊന്നുമില്ല. അന്നമ്മ ചേർത്തിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. മായക്ക് കാണണോ? കാണാം. മായേ, ഈ സുമ ഒരു കാര്യം വിചാരിച്ചാ അത് നടപ്പിലാക്കിയിരിക്കും. എന്നോട് വെറുതെ ചലഞ്ചിന് വരരുതേ. ഇത് ചാലഞ്ച് തന്നെയാ. എന്നാ കാണാം. കാണാം. എന്റെ ഭഗവാനെ, ഈ വാശിയില് സുമ അന്നാമ്മച്ചേട്ടത്തിനെ വിളിച്ചോണ്ട് പോയാ മതിയായിരുന്നു. രമണ, പെട്ടെന്ന് വേണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കന്യാകുമാരി വരെ പോണം. അസ്തമയം കാണാനാ. ഇതെന്താ പെട്ടെന്നൊരു അസ്തമയം കാണൽ? അതൊക്കെയുണ്ട്. നീ ആദ്യം നമുക്കുള്ളത് നിസ്തിരിയിട്ടതാ. അന്നാമ്മ ചേട്ടത്തി വീട്ടിലുള്ളത് കൊണ്ടായിരിക്കും പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ഏയ്, അവര് വരുന്നില്ല. അന്നാമ്മച്ചെടുത്ത് മാത്രം വീട്ടിൽ കാണും. ഞങ്ങള് പോയിട്ട് അസ്തമയം കണ്ടിട്ട് ഉടനെ തിരിച്ചു വരും. അവരെ കൂടി കൊണ്ടുപോകാമായിരുന്നു. അവർക്ക് അസ്തമയം കാണുന്ന ഇഷ്ടമല്ലാന്ന്. അത് ശരിയാ. പ്രായം 50 കഴിഞ്ഞാ പിന്നെ അസ്തമയം കാണുമ്പോ BP കൂടും. അന്നാമ്മച്ചെടുത്ത് മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള വിവരം ആ സുമയോടൊന്നും പോയി പറഞ്ഞേക്കരുത്. അതെന്ത് ചേച്ചി പറഞ്ഞ? ഞാനും അശോകേട്ടനും ഇല്ലാത്ത സമയം നോക്കി സുമ ചിലപ്പോ അന്നാമ്മച്ചെടുത്ത് തട്ടിക്കൊണ്ടു പോകുന്നേ. തട്ടിക്കൊണ്ടു പോകുന്നോ? അതെ, സുമ എന്നോട് ചലഞ്ച് ചെയ്തിരിക്കാ. രമണ, നീ സുമയോട് പോയി പറഞ്ഞേക്കല്ലേ. എന്റെ ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് ഇസ്തിരിപ്പെട്ടിയാണ്. ഞാനിതാരോടും പറയത്തില്ല. അയ്യടാ, അത് നീയാണോ തീരുമാനിക്കുന്നേ? ഞാൻ പറഞ്ഞ തുകയ്ക്ക് രസീത് എഴുതിയാ മതി. നിങ്ങൾ പറഞ്ഞ 2 രൂപയാണോ വലിയ തുക? 2 രൂപ നിനക്കൊക്കെ വലിയ തുകയല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കേ അത് വലിയ തുക തന്നെയാ. 50 രൂപ പോലും. പിന്നെ നിന്റെ തന്ത ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കല്ലേ. കിളവി നിന്റെ വള്ള. കൊള്ള റോസ്കല് പിരിവിനിറങ്ങിയിരിക്കുന്നു. അതെ, പിരിവ് ഞാൻ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. നിന്റെ കയ്യിൽ നിന്ന് കാശ് ഞങ്ങൾക്ക് സംഭാവന തരാതിരിക്കാൻ 2 പേരെയും കൂടെ അടവാ. പുറത്തിറങ്ങുമ്പോ ഞങ്ങളുടെ കിട്ടും. ചേട്ടത്തി എന്തിനായിരുന്നു വഴക്ക്? അശോക, എന്നെ കിളവിന്ന് വിളിച്ചാ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ? കിളവിയല്ലാത്ത ചേട്ടത്തെ കയറി കിളവിന്ന് വിളിച്ച എന്നെ കിളവിന്ന് വിളിച്ചു. കൊള്ളന്മാര് പിരിവിനെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. എല്ലാം കള്ളന്മാര്. സിസ്റ്ററെ, ഭർത്താവിനോട് പറഞ്ഞാൽ ആ കിളവി ഇറക്കിയുള്ള നമ്പർ ഒന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടാന്ന് അടിച്ച് കർണം പൊട്ടിച്ചളയും. അല്ല, എന്താ പ്രശ്നം? എന്താ അശോക, എന്താ പ്രശ്നം? ആ സ്ത്രീ പിരിവിനൊന്നവരെ തന്തയ്ക്ക് വിളിച്ചു. പിരിവുകാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ചെന്നാ. 2 ദിവസം കൂടി ഇവരെ സഹിച്ചല്ലേ പറ്റൂ. വിഷമിക്കണ്ട. പിന്നെ വിഷമിക്കാതെ ദൈവം സഹായിച്ച് ഇതിനൊരു തീരുമാനം ഇന്നുണ്ടാവും. വല്ല ഐഡിയയും കിട്ടിയോ? പറയാം. ഈ വിവരം മറ്റാരും അറിയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേച്ചി എടുത്ത് പറയുന്നത്. കന്യാകുമാരിയിൽ ചേട്ടത്തിയെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഉറപ്പ്. 50 കഴിഞ്ഞ ചിലർക്ക് അസ്തമയം കാണുമ്പോ വിറയിൽ വരും. അതുകൊണ്ടായിരിക്കും അന്നാമ്മ ചേട്ടത്തി പോവാഞ്ഞത്. 2 ആളും പോയി കഴിഞ്ഞാ അന്നാമ്മ ചേട്ടത്തി മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ.
മായയും അശോകനും സ്ഥലത്തില്ലാത്ത തക്കം നോക്കി അന്നാമ്മച്ചേട്ടത്തെ കിഡ്നാപ്പ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ദേ നോക്ക്, സംസാരിച്ച് വശപ്പെടുത്തി കൊണ്ടുവരാനുള്ള സമയമില്ല. മായ കന്യാകുമാരിയിൽ പോയി മടങ്ങി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അന്നാമ്മച്ചേട്ടത്തെ അവിടുന്ന് പൊക്കണം. ഇരുമ്പോടി കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തി കൊണ്ടുവരാം. ഒരു ഞരക്കം മാത്രമേ കേൾക്കുള്ളൂ. അത് വേണ്ട, ചിലപ്പോ അതോടെ ചേട്ടത്തിയുടെ കാറ്റ് പോകും. മാഡം, കിഡ്നാപ്പിംഗ് എന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങൾ വേണ്ടിവരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മയക്കുവെടി വെച്ച് ഉറക്കിയിട്ട് വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുവരാം. അത് വേണ്ട. എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ മൂക്കിൽ പിടിപ്പിക്കാൻ ദാ ക്ലോറോഫോം എടുത്തിട്ടുണ്ട്. മയക്കിയാണെങ്കിലും അവരെ എനിക്ക് കൊണ്ടുവരണം. മേഡം ധൈര്യമായിരിക്കണം. ഇതുപോലെ എത്ര എണ്ണത്തിന് ഈ ചൂണ്ടരാഘവൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇനി അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എന്റെ വീട്ടിലായിരിക്കും. അശോട്ട് അവള് വന്നു. എത്തിയോ? എന്ന് അവര് കാണുന്ന വിധത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നീ റെഡിയല്ലേ? പിന്നെ ഞാൻ എപ്പോഴാ റെഡി. എന്നാ വാ. വണ്ടി അകത്തുണ്ട്. അവര് പോയിട്ടില്ല. നമുക്കിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എതിർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തലമണ്ട നോക്കി ഒന്ന് കൊടുക്കും. ദേ അതൊന്നും വേണ്ട. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങ് ചെയ്താ മതി. ഓക്കെ മേഡം. പിന്നെ ചേട്ടത്തി, ആ ഞങ്ങൾ പോയിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ പറ്റും. അതുവരെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ലല്ലോ. ഒന്നുമില്ല, നിങ്ങൾ പോയിട്ടോ, ധൈര്യമായിട്ട് പോയിട്ടോ. ടാറ്റാ. ദൈവത്തിനോട് എന്റെ കാര്യം കൂടെ പറഞ്ഞേക്കണേ. ആ അവര് പോകുന്നുണ്ട്. ഇപ്പൊ വീട്ടിനകത്ത് ചേട്ടത്തി മാത്രമേ കാണൂ. കൂടുതൽ സമയം എടുക്കരുത്. എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം. വാ ഇറങ്ങാം. ആഹാ, സുമയോ? വരൂ. ഞാനേ ചേട്ടത്തി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ വന്നത്. അയ്യോ, അശോകനും മായയും കൂടെ ഒരു സ്ഥലം വരെ പോയേക്കുവാ. അവരെങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ, അതല്ല എന്റെ വിഷയം. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ചേട്ടത്തി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മായോട് ചലഞ്ച് ചെയ്തിരിക്കുക. എനിക്ക് വാക്ക് പാലിക്കണം. ചേട്ടത്തി വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, അത് ശരിയാവില്ല സുമേ. അശോകനും മായ സ്ഥലത്തില്ലാതെ ഞാൻ ഇറങ്ങി വരുന്നത് ശരിയല്ല. അപ്പോ അവര് വന്നാലേ ചേട്ടത്തി വരൂ. ആ, അത്രേ ഉള്ളൂ. രാഘവ, ഈശോ, ഇതേതാ സുമേ ഈ പൊണ്ണത്തടിയന്മാര്? അയ്യോ, അവര് ചേട്ടത്തിയെ കൊണ്ടുപോകാൻ വന്നവരാ. എന്നെ കൊണ്ടുപോകാനോ? ആ ബെസ്റ്റ്, നന്നായി. എന്താടാ, എന്നെ കൊണ്ടുപോകണോ? കൊണ്ടുപോകണടാ, അങ്ങോട്ട് കൂടെ കൊടുന്നു അടിയോ. ആഹാ, ഞാൻ എന്നാ ചേട്ടത്തിയെ കൊണ്ടുപോയി. അന്നമ്മ ചേട്ടത്തി. അന്നമ്മ ചേച്ചി പോയിന്നാ തോന്നുന്നു. അന്നമ്മ ചേട്ടത്തി, അടുക്കള പോയി നോക്ക്. ലെറ്ററോ? മായ, ഒരു ലെറ്റർ. നിന്റെ കൂട്ടുകാരെ എഴുതിയല്ലേ, നീ എന്നെ വായിക്ക്. പ്രിയ കൂട്ടുകാരി, ഞാൻ നിന്നോട് ചാലഞ്ച് ചെയ്ത പോലെ അന്നമ്മച്ചെടുത്തിയെ ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ എന്റെ വാക്ക് പാലിച്ചു എന്ന് സുമാ. പിന്നെ മോളെ സുമേ, എന്നെ നിനക്കറിയില്ല. നീ മരത്തിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും.
അന്നമ്മച്ചേടത്തിയ മനഃപൂർവ്വം ഞാൻ നിന്റെ തലയിൽ വെച്ച് കിട്ടിയതല്ലേ. വേറെ രസം എന്താണെന്നറിയോ? ചേട്ടത്തി ഒരു കുരിശാണെന്ന് അവർക്ക് ഇന്ന് മനസ്സിലാവും. അവള് പഠിക്കണം, പഠിക്കണം. അവളൊരു പാഠം പഠിക്കണം. ആ. അയ്യോ എന്തല്ല സംഭവം. ഇത് പാരാ സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കൂല. ഞാനിങ്ങ വന്ന് ഞാൻ നിങ്ങളുടെ അതിഥിയാ. എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോയതേ ശരിയല്ല. ഇത്രയും സ്നേഹം തന്ന് നിങ്ങളെ വിട്ട് ഞാൻ എൻ്റെ അച്ചായൻ മരുന്നിടം വരെ ഇനി എങ്ങും പോകുന്നില്ല. വായേ എന്തോ എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അരിപ്പത്തിരി അയ്യോ അരിപ്പത്തിരി ഒന്നും വേണ്ട, ഇവിടെ ഉള്ളത് എന്തുവാണേലും ഞാൻ കഴിച്ചോളാം. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്നേ. അയ്യോ എന്താ ചോക വിശക്കുന്നു. ചേച്ചി ഇതെവിടെയാണെന്ന് അറിയാമോ? നമുക്ക് കൈയോടെ സ്റ്റേഷനിൽ പോയി പറയാം. എത്ര പവന്റെ മാലയായിരുന്നു? 8 പവന്റെ മാല എന്ന് പറഞ്ഞത് കേട്ടോ. ആളുകൾക്ക് മനസ്സമാനത്തോടെ വഴി നടക്കാൻ പറ്റാതായിരിക്കും. മണിന്റെ ഭാര്യയല്ലേ ആ ചേച്ചിയുടെ മാല ഇവിടെ വെച്ചാ പൊട്ടിച്ചേ. ഞാൻ കണ്ടതാ. അതെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി ചർച്ചയിട്ട് ഒരു കാര്യമില്ല. ചേച്ചി സ്റ്റേഷനിൽ പോയി ഒരു കള്ളാസ് എഴുതി കൊടുക്കും. നേരെ പോ. അയ്യോ അത് കളല്ലേ, അതാ തെണ്ടിയുടെ തൊണ്ടിയാ. വാ ചേച്ചി എന്താടാ? ചേച്ചി 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 അറിഞ്ഞാ എന്തോന്ന്? മാല മോഷണം പോയി. ആരുടെ? ആ മായയുടെ. ആര് മോഷ്ടിച്ചു? എനിക്കങ്ങനെ അറിയാം, പക്ഷെ 8.5 പവന്റെ മാലയായിരുന്നു. 8.5 പവനോ? ചേച്ചി 8.5 പവൻ. എന്റെ ദൈവമേ, 8.5 പവനാവുമ്പോ പവന് 7,160 രൂപ വെച്ച് 60,860 രൂപ. പാവം. എന്ത് പാവം? എന്നാലും 8.5 പവന്റെ മാല ധരിക്കാനുള്ള ആസ്തി ഉണ്ടോ അവൾക്ക്? ഏതായാലും കഷ്ടമായി പോയി. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോഴാ സംഭവം നടക്കുന്നത്. പെണ്ണുങ്ങളായാലേ ഇത്രയും അഹങ്കാരം പാടില്ല. 8.5 പവന്റെ മാലയും ധരിച്ചോണ്ട് അഹങ്കാരം കാണിക്കുന്നതേ ഭഗവാനോടാണോ? അല്ലെങ്കിൽ തന്നെ 1 പവനിൽ കൂടുതൽ ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാനേ പാടില്ല. എന്തായാലും കോളനിയിൽ അടിക്കടി മോഷണവും പിടിച്ചുപറി നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരെല്ലാം പ്രകാശ് കുമാർ സാറിനെ കുറ്റം പറയുന്നേ. കുറ്റം പറയുന്നവർക്കേ അങ്ങ് പറഞ്ഞാ മതി. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ യൂണിഫോം ധരിച്ചവർക്കറിയാം അതിന്റേതായ ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ സാറിനോടൊന്ന് പറയണം യൂണിഫോം ലൂസാക്കി അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ. പിടിച്ച്. കഷ്ടം. സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു. തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? മായ ഫോണിലൂടെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞപ്പോ എന്റെ 7 നാഡികളും തളർന്നുപോയി. സ്വന്തം ഭർത്താവിനൊരു അപകടം വന്നാൽ പോലും അത് സഹിക്കാനും മറക്കാനുള്ള കഴിവ് ഒരു സ്ത്രീക്കുണ്ട്. പക്ഷേ നെഞ്ചിലേറ്റി നടന്ന 8.5 പവന്റെ മാല. ഇതും കൂട്ടി കോളനിയിലെ 12ാമത്തെ പിടിച്ചുപറിയാ. എവിടെയെങ്കിലും പുരുഷന്മാരുടെ മാല പൊട്ടിച്ചോണ്ട് പോയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകളുടെ നേരെ എന്തുവാകാം, നമുക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. മെമ്പേഴ്സിന്റെ വികാരം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റേഷനിൽ ചെന്ന് സർക്കിളിനെ നേരിട്ട് കണ്ട് വിവരം പറയാം. 3 തവണ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. സ്ത്രീയുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കും? ഇത് വലിയ സമരമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അസോസിയേഷന്റെ പ്രസിഡന്റ് ടൂറിലായ സ്ഥിതിക്ക് ഈ പ്രശ്നം വനിതാ ക്ലബ് ഏറ്റെടുത്തേ മതിയാവൂ. അന്നമ്മ ചേട്ടത്തെയും മായയും സുമയും ഇപ്പൊ തന്നെ വിളിച്ചു പറയണം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിൽ ചെന്ന് സുമയുടെ ഭർത്താവിനോട് കാര്യമായി തന്നെ ഒന്ന് സംസാരിക്കണം.
ഏതായാലും കൊണ്ടുപോയത് 60 രൂപയുടെ മുക്കുവണ്ടമാണെങ്കിലും കോളനിയിൽ എനിക്കൊരു പേരായി. അണിഞ്ഞത് 8.5 പവന്റെ സ്വർണ്ണമാലയായിരുന്നെന്ന് എല്ലാരും അറിഞ്ഞല്ലോ. അത് മുക്കുമണ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കള്ളം പ്രതികാരം ചെയ്യാൻ വരുമെന്നാ എന്റെ പേടി. ഏയ്, ഏതായാലും ഇനി അവൻ കോളനിയിലെ ഒരു പെണ്ണിന്റെ അടുത്തൊന്നും മാല മോഷ്ടിക്കാൻ വരില്ല. ശോ, ആ സമയത്ത് എത്ര പവനാന്ന് ചോദിച്ചപ്പോ ഒരു 10 പവനുണ്ടെന്ന് പറയായിരുന്നു. സാരമില്ല, അടുത്ത തവണയാട്ടെ. വനിതാ ക്ലബിൽ നിന്ന് അവരൊക്കെ വന്നു തോന്നുന്നു. ആരൊക്കെയത്? കേറുവാ, കേറുവാ. വരൂ. എന്തായി? പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി ഇല്ല, കൊടുത്തു. പോയത് പോയി. സി മിസ്റ്റർ അശോകൻ, നമ്മളിങ്ങനെ നിസ്സംഗഭാവത്തോടെ പ്രതികരിക്കുന്നതാ ഈ നാടിന്റെ ശാപം. ഇന്ന് 8.5 പവന്റെ മാല പോയി, നാളെ മാലയ്ക്ക് പകരം മായയെ തട്ടിക്കൊണ്ടുപോയാലും മിസ്റ്റർ അശോകൻ ഇത് തന്നെ പറയുവോ? പോലീസുകാർ അന്വേഷിച്ച് മാല തിരികെ വാങ്ങിത്തരുമെന്ന് എനിക്കിതുവരെ പ്രതീക്ഷയില്ല. ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം വനിതാ വേദി ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മായ ഉൾപ്പെടെ 12 സ്ത്രീകൾക്ക് നേരെയാ ഇതുപോലെ ആക്രമണം ഉണ്ടായത്. മായയെ പിടിച്ചവർക്കാർ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പക്ഷേ എന്റെ 8.5 പവന്റെ മാല ദേ ഇങ്ങനെ ഒറ്റ പിടിക്കലിന് കൊണ്ടുപോയത്. മായ ഇറങ്ങ്. സർക്കിളിന് നേരിട്ട് കണ്ട് പരാതി കൊടുത്തു കളയാം. എനിക്ക് ആ സർക്കിളിന്റെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാനുണ്ട്. ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ കേസിനും വഴക്കിനൊക്കെ പോണോ മാഡം? പോകണം. പ്രശ്നം സ്ത്രീകൾ ഏറ്റെടുത്തതായി അധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. മായവാ, നിങ്ങൾ നടന്നോളൂ, പോയിട്ട് വരാം. ഇത് പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഈശ്വര. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ പോയി സാറിനോട് പറയാം. ഡേ ഫോൺ എടുക്ക്. എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, വെളിയിൽ പോയെന്ന് പറഞ്ഞിരിക്കോ. ഹലോ, ആ പോങ്ങപ്പാറ പോലീസ് സ്റ്റേഷൻ. ഇല്ല, പ്രകാശ് സാർ പുറത്തു പോയിരിക്കുക. ഉച്ച കഴിഞ്ഞേ വരും. പിന്നെ ഇതങ്ങോട്ട് വയ്ക്ക്, ഞാൻ പിന്നെ എടുത്തോളാം. സാർ, പുറത്ത് 2-3 സ്ത്രീകൾ കാണാൻ വന്നിരിക്കുന്നു. എവിടുന്നേ രാവിലെ മാരണങ്ങൾ വന്ന് കയറുന്നത്? വരാൻ പറ. ശരി. ആ സാറ് ചെല്ലാൻ പറഞ്ഞു. ആണല്ലേ? ഓ, നിങ്ങൾ ചെന്ന് സംസാരിക്കേ, ഞാനിവിടെ നിൽക്കാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ആരാ? സാറിന് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് സ്ത്രീകളാണെന്ന് മനസ്സിലായി. വെറും സ്ത്രീകളല്ല, വനിതാ വിമോചന പ്രവർത്തകർ. മോചിപ്പിച്ചുകൊണ്ടോ ഞാനിവിടെ വനിതകളൊന്നും അടച്ചു സൂക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം അത് പറ. നീതി കിട്ടണം. എന്തോന്ന് കിട്ടണമെന്ന്? നീതി കിട്ടണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ 8.5 പവന്റെ മാല പട്ടാപ്പകൽ പിടിച്ചു പറിച്ചു. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോ അത് അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും വന്നില്ല. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാ സാറേ. 2 മാസത്തിനുള്ളിൽ 12 സ്ത്രീകളുടെ നേരെയാ ഇതുപോലെ അതിക്രമം നടന്നിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു കേസെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇതുപോലെ സ്വർണ്ണക്കടയും കഴുത്തിലിട്ടുകൊണ്ട് നടന്നാലേ അവനെങ്കിലും പിടിച്ചു പറിച്ചെന്നിരിക്കും. അത് ശരി. അപ്പൊ സാറ് കള്ളന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണല്ലേ? സംസാരിക്കും. അതെങ്ങനെ? കള്ളന്മാരുമായിട്ടല്ലേ സഹകരണം? മഹിളാ സ്വർണ്ണങ്ങൾ രാവിലെ സർക്കിളിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇറങ്ങിയതാ. അക്രമം എവിടെ കണ്ടാലും ഞങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യും. സ്ത്രീ വിമോചന പ്രവർത്തകർക്ക് ആരെയും പേടിയില്ല. എത്രയോ കൊലകൊല്ലികളെ ഞങ്ങൾ കൊമ്പ് കുത്തിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ മാല പിടിച്ചു കുറച്ചതിനെ നിങ്ങൾ തന്നെ അങ്ങ് കണ്ടുപിടിക്ക്. ഞങ്ങൾക്കറിയാം. ആരുടെ സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾ കള്ളനെ കണ്ടുപിടിച്ചോളാം. സാർ ചുമ്മാ പേടിപ്പിക്കാനൊന്നും വരില്ലേ? എന്നാ പോയി കണ്ടുപിടിക്ക്. ഇവിടെ കിടന്ന് കൂടുതൽ ഷൈൻ ചെയ്യാനുണ്ട്. എല്ലാത്തിനും ഞാൻ ലോക്കപ്പിൽ കയറ്റും. സ്ത്രീകളോട് കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒന്ന് മാന്യമായിട്ട് സംസാരിച്ചോളാം. ഇപ്പൊ പോയി.